ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP ഫോട്ടോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ RR വേഴ്സസ് KKR തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസാണ്. രാജസ്ഥാൻ റോയൽസ് വേഴ്സസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ റിവ്യൂസും പ്രഡിക്ഷൻസാണ് നമ്മൾ പറയാൻ പോകുന്നത്. മെയ് 19 കൃത്യം 7:30 മത്സരം നടക്കുന്നത്. നമ്മുടെ ബാസ്പര ക്രിക്കറ്റ് സ്റ്റേഡിയം ഗുവാഹത്തിയിലുള്ള ഒരു പിച്ചിലാണ് കേട്ടോ മത്സരം നടക്കുന്നത്. നമ്മുടെ രാജസ്ഥാൻ്റെ തന്നെയാണ്, അല്ലാതെ KKRൻ്റെ അല്ല കേട്ടോ. അപ്പോൾ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് നിങ്ങൾ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കയറി ജോയിൻ ചെയ്ത് ശ്രമിക്കുക. കാരണം ഇവിടെയാണ് നമ്മൾ ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുള്ളത്. സോ മസ്റ്റായിട്ടൊന്ന് കയറി ജോയിൻ ചെയ്യാം കേട്ടോ. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ ഈ ഒരു മത്സരത്തെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ KKRൻ്റെയും രാജസ്ഥാൻ റോയൽസിൻ്റെയും പോയിന്റ് ടേബിൾ ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ IPL ഒക്കെ തീരാറായി, വല്ലതൊക്കെ അറിയുന്നുണ്ടാവും. വല്ല ഈ റോക്കറ്റ് പോകുന്ന പോലെ പോയിരിക്കുന്നത്. എപ്പോൾ ഈ മാർച്ച് 22 തുടങ്ങിയ ഇപ്പോൾ ഏപ്രിൽ 19. ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന്, ഏപ്രിൽ അല്ല, മെയ് 19 എങ്ങനെ ഇത്രയും 2 മാസം തീർന്നത് ഒന്നും അറിഞ്ഞില്ല. ഭയങ്കര ഫാസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ഒബ്വിയസ്ലി എങ്ങനെ തോന്നിയെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് ചെയ്യാറൊന്നുമില്ല, എന്നാലും ഞാൻ എൻ്റെ ഒരു ഇതിൽ പറഞ്ഞൊന്നേ ഉള്ളൂ. കമൻറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പോയിന്റ് ടേബിളിനെ വെയിറ്റ് ചെയ്യുകയാണ്. നെറ്റ് എപ്പോഴും എൻ്റെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. മൊബൈൽ ഡാറ്റ മതിയിടാ, അപ്പോൾ ഒന്നും വരത്തില്ല. ഓൾറെഡി നമ്മൾ 3 ടീം ക്വാളിഫൈ ആയിരിക്കുകയാണ്. നമ്മളെ RR, KKR, സൺറൈസേഴ്സ് ഹൈദരാബാദ് 3 ടീമും ക്വാളിഫൈ ആയിരിക്കുകയാണ്. ഇനി ഇതിലിപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ CSK ആരെങ്കിലും ഒരാളായിരിക്കും കയറാൻ പോകുന്നത്. ഒരു ദിവസം മുന്നേ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. നാളെ കണ്ടിട്ട് എൻ്റെ അടുത്ത് എടാ ബാംഗ്ലൂർ കയറിയടാ അല്ലെങ്കിൽ CSK കയറിയടാന്ന് പറയുന്നത് ഒരു ദിവസം മുന്നാണ്. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് CSK കയറാൻ ചാൻസ് കൂടുതൽ. മഴ കാരണം കളി പോയിൻ്റ് അങ്ങനെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇനിയിപ്പോൾ ഈ ഒരു മത്സരം നമ്മളെ RR ജയിച്ചാൽ കൂടെ 18 പോയിൻ്റേ ആവത്തുള്ളൂ. അപ്പോഴും ഏറ്റവും കൂടുതൽ പോയിൻ്റ് KKRന് തന്നെയാണ്. അപ്പോൾ KKR ഓൾറെഡി ഉറപ്പിച്ചു. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ ഫൈനലും കാര്യങ്ങളൊക്കെ വരുന്നത് എങ്ങനെയെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഫസ്റ്റ് മാച്ച് എന്തായാലും വരുന്നത് KKR RR തമ്മിൽ തന്നെയായിരിക്കും. അല്ല, KKR RR തമ്മിൽ തന്നെ പറയാൻ നിൽക്കട്ടെ. കാരണം SRH ഇവിടെ അടിയിൽ കിടക്കുന്നുണ്ട്. അവന്മാർ ജയിച്ചു കഴിഞ്ഞാൽ 17 പോയിൻ്റ് ആവും. പിന്നെ അവന്മാരായിരിക്കും സെക്കൻഡ്. അപ്പോൾ ഫസ്റ്റ് മാച്ച് KKRും SRH അല്ലെങ്കിൽ KKR RR ആരെങ്കിലും ഒക്കെ വെച്ചിട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മൾ ഈ ഒരു മാച്ചിൻ്റെ പ്രഡിക്ഷനാണ് പറയുന്നത്. RR ജയിച്ചു കഴിഞ്ഞാൽ RRന് കുറച്ചുകൂടെ സ്ട്രോങ് ആയി. ഒരു 2 ചാൻസ് കിട്ടും. ഒരു മത്സരം തോറ്റാൽ കൂടെ ഒരു മത്സരം കൂടി ചാൻസ് കിട്ടും. അതേസമയം RR തോറ്റു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാൻസേ കിട്ടത്തുള്ളൂ. അതിൽ തോറ്റു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസ് കിട്ടത്തില്ല. അതാണ് മെയിൻ പ്രശ്നം. അപ്പം നമ്മുടെ ബാസ്പര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം നോക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. റീസെൻ്റായിട്ട് ആകെ ഒരു മത്സരം നടന്നതായിട്ടില്ല എനിക്ക് ഓർമ്മയുള്ള ഈ ഒരു ഗ്രൗണ്ടിൽ. അത് നമ്മുടെ RR വേഴ്സസ് പഞ്ചാബ് തമ്മിൽ കളിച്ച മത്സരമായിരുന്നു. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് നോക്കുന്ന സമയത്ത് നമ്മുടെ RRനായിരുന്നു ഏകദേശം 144 റൺസിന് 9 വിക്കറ്റ് നഷ്ടത്തിലായിരുന്നു. അത്യാവശ്യം റൺസ് സ്കോർ ചെയ്തത് പരാഗ് തന്നെയായിരുന്നു. അദ്ദേഹം മെല്ലെ മുട്ടിയിട്ടാണെങ്കിൽ ഒരു 48 റൺസ് എടുത്ത് അത്യാവശ്യം ടീമിനെ ഒരു സ്കോറിലോട്ട് എത്തിച്ചു. അപ്പോൾ അതുപോലെ തന്നെ പഞ്ചാബിലാണെങ്കിൽ സാം കറൻ വന്ന് അടിച്ച് ജയിപ്പിച്ച് കൊടുത്തിട്ട് പോയി. കാരണം അദ്ദേഹം പോയല്ലോ, ഇനിയിപ്പോൾ ഉണ്ടാവില്ല. ഇംഗ്ലണ്ട് തന്നെ, ഇംഗ്ലണ്ട് അല്ലല്ല, വേറെ ഏതോ ടീമാണ്. അതെന്തോ ആകട്ടെ. നമ്മുടെ ചഹാൽ 2 വിക്കറ്റ്, ആവേശ് ഖാൻ 2 വിക്കറ്റ്, ട്രെൻറ്റ് ബോൾട്ട് 1 വിക്കറ്റ്. 2 വിക്കറ്റ് ഫാസ്റ്റ് ബോളർ, കൂടുതലും സ്പിന്നേഴ്സാണ് വിക്കറ്റ്സ് എടുത്തിരിക്കുന്നത്. അത് കൂടുതലും ഫാസ്റ്റ് ബോളേഴ്സ് 3 വിക്കറ്റ് ഫാസ്റ്റ് ബോളറും 2 വിക്കറ്റ് സ്പിന്നറുമാണ് എടുത്തിരിക്കുന്നത്. ഇപ്പുറത്ത് നോക്കുമ്പോൾ സാം കറൻ 2 വിക്കറ്റ്, ഹർഷദീപ് 1 വിക്കറ്റ്, ഇലിക്സ് 1 വിക്കറ്റ്, ഹർഷൽ പട്ടേൽ 2 വിക്കറ്റ്, രാഹുൽ ചാർ 2 വിക്കറ്റ്. ടോട്ടലി 4 വിക്കറ്റ് മാത്രമേ ഫാസ്റ്റ് ബോളേഴ്സ് എടുത്തുള്ളൂ. ബാക്കി 5, 6, 7, 8, 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സും 4 വിക്കറ്റ് സ്പിന്നേഴ്സുമാണ് എടുത്തിരിക്കുന്നത്. ലാസ്റ്റ് നടന്ന നമ്മുടെ ബാസ്പര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഗുവാഹത്തിയിൽ നടന്ന ഒരു മത്സരത്തിൻ്റെ റെക്കോർഡ്സാണ് നമ്മളിവിടെ പറഞ്ഞത്. അതുപോലെ തന്നെ ഒരുപാട് പേർക്കുള്ള ഡൗട്ടുള്ള കാര്യമായിരിക്കും ഇവിടെ മഴ പെയ്യില്ല എന്ന്. ഡീറ്റെയിൽ ആയിട്ട് എണ്ണം പറഞ്ഞുതരാം. അപ്പോൾ ഇവിടുത്തെ താപനില എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇവിടുത്തെ മഴ പെയ്യാനുള്ള പോസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 81% കഥം. നോക്കേ വേണ്ട, കളി നടക്കത്തില്ല. പിന്നെ എന്തിനാണ് വീഡിയോ ചെയ്യുന്നത്? ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ദിവസം മുന്നാണല്ലോ വീഡിയോ എടുക്കുന്നത്. ഇനിയിപ്പോൾ നാളെ ക്ലൈമറ്റ് എങ്ങാനും ചേഞ്ച് ആയാലോ എന്നുള്ള ഒരു രീതിക്കാണ് ഇപ്പോൾ. അതായത് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന മെയ് 18 കൃത്യം ഒരു 12:30 ആയിട്ടുണ്ട്. ബട്ട് നാളെ ഇനിയൊരു സമയമുണ്ടല്ലോ, ഇനിയിപ്പോൾ 1 മണിക്കൂറും
ഏകദേശം 6-7 മണിക്കൂറും, അപ്പോൾ ടോട്ടൽ ഒരു 30 മണിക്കൂർ തന്നെ. അടുത്ത 30 മണിക്കൂറിൽ കാലാവസ്ഥ വ്യതിയാനം വന്ന് ഇനിയിപ്പോൾ അവിടെ നോർമലായാലോ എന്ന് പറഞ്ഞിട്ടാണ്. 81% മഴ പെയ്യാനുള്ള ഗ്രൗണ്ടാണ്. അപ്പോൾ നോക്കിയും കണ്ടൊക്കെ ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുക. പിന്നെയും നിങ്ങൾ മുകളിലത്തെ മത്സരം ഉണ്ടല്ലോ, അതായത് പഞ്ചാബും ലെവന്മാരായിരുന്നു SRHും പഞ്ചാബ് ഇവന്മാരുടെ കളിയിൽ വേണേൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തോ. കാരണം അവിടെ മഴ പെയ്യാനുള്ള ചാൻസ് പിന്നെയും കുറച്ച് കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അവിടെയും പെയ്യാനുള്ള ചാൻസസ് ഉണ്ട്, കുറച്ച് കുറവ്, ദാറ്റ്സ് ഓൾ. ഇവിടെ സൗത്ത് ഇന്ത്യയിലൊക്കെ ഫുള്ള് മഴയാണ്, അതൊന്നും നടക്കത്തില്ല. എനിക്ക് ഈ ഒരു മാച്ച് പ്രതീക്ഷയില്ല സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഒരു പിച്ചിൻ്റെ റിപ്പോർട്ടൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ നീ എന്തിനാ വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിക്കും. പക്ഷെ എന്നാലും കളി നടന്നാലും നമ്മൾ ചെയ്യാതിരുന്നതിനാൽ നമ്മൾ മോശമല്ലേ. ഇതുവരെ ഒരു IPL മാച്ചിൻ്റെ പ്രഡിക്ഷൻ കൂടെ ചെയ്യാതിരുന്നിട്ടില്ല. എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും എന്തൊക്കെ കഷ്ടപ്പാട് വന്നാലും വീഡിയോ ചെയ്തിട്ടുണ്ട്. ആകെ ഒരു മാച്ച് മുംബൈ വേഴ്സസ് LSG മുംബൈ വേഴ്സസ് ഏതോ ഒരു മാച്ചിലാണ് ഞാൻ ചെയ്യാതിരുന്നത്, കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഒരു വീഡിയോ. ബാക്കി എല്ലാ വീഡിയോസും ചെയ്തിട്ടുണ്ട്. പിച്ച് റിപ്പോർട്ടിനെ പറ്റി പറയുന്ന സമയത്ത് ഇവിടുത്തെ ആവറേജ് റൺസ് എന്ന് പറഞ്ഞാൽ 180 റൺസാണ്. ഫാസ്റ്റ് ബോളേഴ്സ് 24 വിക്കറ്റും സ്പിൻ ബോളേഴ്സ് 12 വിക്കറ്റ്സും എടുത്തത്. ലാസ്റ്റ് നടന്ന ഒരു മത്സരം ഏകദേശം 15 വിക്കറ്റ്സ് വേണോ, അതിലൊരു റൺ ഔട്ടും ബാക്കി 4 വിക്കറ്റ് സ്പിന്നേഴ്സും ബാക്കി 9 വിക്കറ്റ് ഫാസ്റ്റ് ബോളേഴ്സുമാണ് എടുത്തത്. 9 2 വിക്കറ്റ് എന്തോ റൺഔട്ടിന് വേണ്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് മഴ പെയ്യും ഗൈസ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും 2-3 കിഡിലിന് ആപ്ലിക്കേഷൻ പറഞ്ഞില്ല. എന്തായാലും വീഡിയോ ഇത്രയും കണ്ടിരുന്നല്ലേ, നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷനാണ്. 500 രൂപ ക്യാഷ് ബോണസ് കിട്ടും നമ്മുടെ ലിങ്ക് വഴി കയറുകയാണെങ്കിൽ. തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ്. അതുകൂടാതെ ഡെയിലി ഇവർ ഗീവ് കൊടുക്കുന്നുണ്ട് ഈ ഒരു Focus 11 എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ. അതുപോലെ തന്നെ 5+6, അതായത് 6 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്തിട്ട് ഒരു ഫാൻറ്റസി ടീം ക്രിയേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് ഇറങ്ങുക. അതൊരു കിഡിലെ ഫീച്ചറാണ്. സോ ഇതുവരെ ട്രൈ ചെയ്യാത്തതാണെങ്കിൽ ട്രൈ ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. Dream 11-നെക്കാട്ടിലും എൻട്രി ഫീസ് കുറവുള്ള ഒരു കോൺടെസ്റ്റ്, അതാണ് ഇതിൽ എനിക്കെടുത്ത് പറയാനായിട്ടുള്ളത്. സോ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ കുബേര ഫാൻറ്റസി അല്ല Focus 11 ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതിനപ്പോൾ തന്നെ Choice 11 ആണെങ്കിലും നമ്മളെ Dream 11-ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എൻട്രി ഫീസിൽ ഭയങ്കരമായിട്ട് ഡിഫറൻസും വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എക്സാമ്പിൾ പറയുമ്പോൾ ഇവിടെ ഇവർ ഡെയിലി ഡിസ്കൗണ്ട് കൂപ്പൺസും കാര്യങ്ങളൊക്കെ തരാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ ദിവസവും ഓരോ കോൺടെസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതിപ്പോൾ ഈ ഒരു കോൺടെസ്റ്റാണ് ഇപ്പോൾ ഇവർ തന്നിരിക്കുന്നത്. 3850 രൂപയുടെ കോൺടെസ്റ്റ് സെയിമാണ്, Dream 11 സെയിം എമൗണ്ടാണ്. ഇവിടെ 3500 കൊടുക്കണ്ടോ, 350 രൂപ ഒരു കോൺടെസ്റ്റ്. 3000 രൂപ പോയപ്പോൾ 350 രൂപ ലാഭം നിങ്ങൾക്ക് കിട്ടി. അപ്പോൾ ഒരു 100 രൂപ പോയാൽ ഒരു 30 രൂപയെങ്കിൽ 30 രൂപ, ഒരു 300 രൂപ പോയാൽ 30 രൂപയെങ്കിൽ 30 രൂപ നിങ്ങൾക്ക് ലാഭം കിട്ടിയാൽ നിങ്ങൾക്ക് ലാഭം തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ആപ്ലിക്കേഷൻ ഒന്ന് മാറ്റി നമ്മുടെ Choice 11 ട്രൈ ചെയ്യുക. ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നല്ല യൂസ്ഫുള്ളാണ്, അതുകൊണ്ടാണ് ഈ പറയുന്നത്. അതുപോലെ കുബേര ഫാൻറ്റസിയും ട്രൈ ചെയ്തിട്ടാണെങ്കിൽ ഇതും തീർച്ചയായും ട്രൈ ചെയ്യുക. കാരണം ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു ആപ്ലിക്കേഷനിലുണ്ട്. നമ്മുടെ Dream 11 299 രൂപയ്ക്ക് കാണുന്ന കോൺടെസ്റ്റ് ഇവിടെ വെറും 260 രൂപയെ കൊടുക്കണ്ടു. ഏകദേശം ഒരു 39 രൂപയുടെ ഡിഫറൻസ്, ചെറിയൊരു എമൗണ്ട് അല്ല 39 രൂപ. അപ്പോൾ അങ്ങനത്തെ ഒരു 10 എണ്ണം നിങ്ങൾക്ക് കളിച്ച് കഴിഞ്ഞാൽ ഏകദേശം 390 രൂപ, ഒരു 2 കോൺടെസ്റ്റ് ഇങ്ങനത്തെ കളിക്കാനുള്ള ക്യാഷ് കിട്ടും. 10 എണ്ണം Dream 11 മാറി ഇതിലോട്ട് കളിച്ച് കഴിഞ്ഞാൽ. പിന്നെ ഇതിൽ വിന്നിങ് ആവാനുള്ള പോസിബിലിറ്റീസും കൂടുതലാണ്. കാരണം കോമ്പറ്റീഷൻ കുറവാണ്, അധികം യൂസേഴ്സ് ഇല്ല മീൻസ് അധികം ഇതിനെപ്പറ്റി നോളേജുള്ള യൂസേഴ്സ് ഇല്ല. സോ അങ്ങനെയൊക്കെ നോക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആവുന്ന ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ ഇവിടെ ഡ്യുവോ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 5 പ്ലെയേഴ്സിൻ്റെ ഏറ്റവും കൂടുതൽ പോയിന്റ് എടുക്കാൻ ചാൻസ് ഉള്ള അവരെ പിക്ക് ചെയ്തിട്ട് നമുക്ക് ടീമായിട്ട് മുന്നോട്ട് ഇറങ്ങിക്കാൻ ഈസി ആയിട്ട് വിന്നാവാൻ സാധിക്കും. സിമ്പിളാണ്, അതായത് ഒരു ടീമിൽ 11 പ്ലെയേഴ്സിനെ പിക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 5 പ്ലെയേഴ്സ് ഉണ്ട്, അതിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്തിട്ട് ഇതിൽ ആരാ നന്നായി കളിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരാളുടെ പേരോ അയാളെ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് വിന്നാൻ പറ്റും. സോ ഇതുവരെ ട്രൈ ചെയ്തിട്ടാണെങ്കിൽ കുബേര ഫാൻറ്റസി മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. കാരണം അത്രയും യൂസ്ഫുള്ളാണ്. ദെൻ അതുപോലെ തന്നെ വിഷൻ 11 ആണെങ്കിൽ ഡെയിലി ഗീവേഴ്സ് കൊടുക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഈ ഒരു ഗീവേയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വന്നാൽ 10,000, സെക്കൻഡ് 3000, 5000, 2000, അങ്ങനെ ഒരു പൈസ വാരി എറിയുക. വെറുതെ 1 ലക്ഷം രൂപ ഫ്രീ ആയിട്ട് ഒരു ദിവസം കൊടുക്കുക. വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ കൊടുക്കുമോ? ഇവിടെ കൊടുക്കുന്നുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്യണം. കാരണം ഈ ഒരു ആപ്ലിക്കേഷനിൽ 6 രൂപയ്ക്ക് H4 ഒക്കെ ഉണ്ട്. അത് എനിക്ക് ഒരു മെയിൻ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയാൻ തോന്നി. കാരണം നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയാണ്. ഇതിപ്പോൾ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇത് 6 രൂപയ്ക്ക് H4, 9 രൂപയ്ക്ക് H4, 11 രൂപയ്ക്ക് H4. അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. നല്ല എൻട്രി ഫീസ് കുറവായിട്ടുള്ള ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻസൊക്കെ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, വെറുതെ വലിപ്പിക്കുന്നില്ല. ഇന്നത്തെ ദിവസം കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ ജയ്സ്വാൾ, അതുപോലെ തന്നെ ടോം കോഹ്ലർ, ഹാഡ്മോർ, അതുപോലെ തന്നെ സഞ്ജു സാംസൺ, റിയാൻ പരാഗ്, ധ്രുവ് ജുവൽ,
റോമൻ പോൾ, അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിൻ, ട്രെന്റ് ബോൾട്ട്, ആവേശ് ഖാൻ, അതുപോലെ തന്നെ സന്ദീപ് ശർമ്മ, യുവരേന്ദ്ര ചഹാൽ, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് ഡൊണോവൻ ഫെരീര വരാൻ ചാൻസ് ഉണ്ട് ചഹാലിൻ്റെ പ്ലേസിലോട്ട്. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സ് കൊൽക്കത്തയിൽ പറയാൻ പോവുകയാണെങ്കിൽ നമ്മുടെ ഗുർബാസ്, അതുപോലെ തന്നെ സുനിൽ നരേൻ, വെങ്കിടേഷ് അയ്യർ, അതുപോലെ തന്നെ ശ്രേയസ് അയ്യർ, നിതീഷ് റാണ, ദെൻ അതുപോലെ തന്നെ റിങ്കു സിംഗ്, ആൻഡ്രയ റസൽ, റമദീപ് സിംഗ്, ദെൻ അതുപോലെ മിച്ചൽ സ്റ്റാർക്ക്, ഹർഷിത് റാണ, വരുൺ ചക്രവർത്തി, ഇത്രയും പേരാണുള്ളത്. ഇമ്പാക്ട് പ്ലെയറായിട്ട് വൈഭവ് ആര വരാൻ ചാൻസ് ഉണ്ട്. കീ പ്ലെയേഴ്സായിട്ട് രണ്ടാളെ പറയുകയാണെങ്കിൽ നമ്മുടെ സുനിൽ നരേൻ, റിയാൻ പരാഗുമാണ്. റീസെൻ്റ് കളിച്ച മത്സരങ്ങൾ നല്ല ഫോമിലാണ് രണ്ട് പ്ലെയേഴ്സും. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സായിട്ട് 4 പേരെ എടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ റിയാൻ പരാഗ്, രവിചന്ദ്ര അശ്വിൻ, സുനിൽ നരേൻ, ആൻഡ്രയ റസൽ, നല്ല ഫോമിലാണ് 4 ആൾക്കാരും. പിന്നെ ഡ്യുവൽ അഡ്വാൻറ്റേജുള്ള ആൾക്കാരാണ് 4 പേരും. കീ പ്ലെയേഴ്സായിട്ട് ഇനിയിപ്പോൾ RRൽ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ സഞ്ജു സാംസൺ റീസെൻറ്റ് പെർഫോമൻസ് ഒക്കെ അടിപൊളിയാണ്. കാരണം 13 IPL മത്സരങ്ങളിൽ നിന്ന് 504 റൺസാണ് അദ്ദേഹം RRന് വേണ്ടി നേടിക്കൊടുത്തിട്ടുള്ളത്. സോ അത്യാവശ്യം നല്ല രീതിയിൽ ആവറേജുള്ള ഒരു വ്യക്തിയാണ്. ഒരു 40 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ റിയാൻ പരാഗ് ആണെങ്കിലും റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ SRHൻ്റെ നമ്മുടെ RRൻ്റെ ഒരു നട്ടില്ലെന്ന് വേണേൽ പറയാം. കാരണം റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങളെല്ലാം നല്ല പെർഫോമൻസ് ആണ്. കാരണം 10-12 മത്സരങ്ങളിൽ നിന്ന് 531 റൺസ് അദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. ട്രെന്റ് ബോൾട്ട് ആണെങ്കിലും റീസെൻ്റ് ആയിട്ട് നല്ല വിക്കറ്റ്സും കാര്യങ്ങളൊക്കെ ടേക്ക് ചെയ്യുന്നുണ്ട്. RRൻ്റെ ഒരു മെയിൻ ബൗളർ കൂടെയാണ്. സോ അദ്ദേഹം നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും നമ്മുടെ KKRൻ്റെ ടോപ്പ് ബൗളേഴ്സ് ബാറ്റ്സ്മാൻമാരെയൊക്കെ പൊളിക്കാനായിട്ട്. ട്രെന്റ് ബോൾട്ട് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ചഹാലാണെങ്കിലും ഇതുവരെ 17 വിക്കറ്റ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. റീസെൻ്റായിട്ട് നല്ല പെർഫോമൻസ് ആണ് നമ്മൾ ചഹാലും കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കീ പ്ലെയേഴ്സായിട്ട് പറയാനുള്ളത് നമ്മുടെ കൊൽക്കത്തയിലാണെങ്കിൽ ഗുർബാസ് ആണ്. ഫിലിപ്പ് സാൾട്ടിന് പകരം ഗുർബാസാണ് ഇറങ്ങുന്നത്. സോ അദ്ദേഹത്തെ പറ്റി പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നല്ല കട്ടയ്ക്ക് കളിക്കുന്ന പ്ലെയറാണ്. ഇപ്പോൾ ത്രാവിസ് അഭിഷേക് ശർമ്മയില്ല, ഇത് അതുപോലത്തെ പ്ലെയറാണ്. സുനിൽ നരേനും കൂടെ കിട്ടിയ കോംബോ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കാനില്ല. നല്ലൊരു റൺസ് വരുന്നുള്ള കാര്യത്തിൽ ഷുവറാണ്. സുനിൽ നരേനാണെങ്കിലും നല്ല ഫോമിലാണ്. ഏകദേശം 461 റൺസും അതുപോലെ തന്നെ ഏകദേശം 15 വിക്കറ്റ്സുമാണ് അദ്ദേഹം ഈ ഒരു സീസണിൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആൻഡ്രയ റസൽ ആണെങ്കിലും 222 റൺസും 15 വിക്കറ്റും എടുത്തിട്ടുണ്ട്. നല്ല ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു പ്ലെയറാണ് കൊൽക്കത്തത്തെ. സോ അദ്ദേഹം മസ്റ്റ് പിക്കാണ്. അതുപോലെ തന്നെ വരുൺ ചക്രവർത്തിയാണെങ്കിൽ റീസെൻ്റായിട്ട് എല്ലാ മത്സരങ്ങളും 2-3 വിക്കറ്റ്സ് വരെ എടുക്കുന്നുണ്ട്. സോ അദ്ദേഹം നിങ്ങളുടെ ടീമിലോട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പം എന്തായാലും നമുക്ക് നമ്മുടെ ഇന്നത്തെ RR വേഴ്സസ് കൊൽക്കത്ത തമ്മിലുള്ള മത്സരത്തിൻ്റെ ഒരു പ്രിവ്യൂ ടീമൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ RR വേഴ്സസ് കൊൽക്കത്ത. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഗുർബാസ് എല്ലാം ഉണ്ട്, ഗുർബാസിനെ പിക്ക് ചെയ്യാം. ദെൻ അതുപോലെ തന്നെ നമ്മുടെ സാംസൺ, ജയ്സ്വാൾ, ദെൻ അതുപോലെ തന്നെ വെങ്കിടേഷ് അയ്യർ, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, ചഹാല്, ട്രെന്റ് ബോൾട്ട്, ഹർഷിത് റാണ. ഓക്കെ, റിയാൻ പരാഗ്, സുനിൽ നരേൻ, ആൻഡ്രയ റസൽ, 3 ആളെയും പിക്ക് ചെയ്യാം. ഏകദേശം ഒരു ടീം സെറ്റായിട്ടുണ്ട്. കുറച്ച് ബൗളേഴ്സിനെ അധികം ഇട്ടിട്ടുണ്ട്. കാരണം എന്തായാലും അത് വേണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണേലേ നമ്മുടെ ചക്രവർത്തിയൊക്കെ മാറ്റാം. ഇപ്പോൾ ക്യാപ്റ്റൻസി ഞാൻ എല്ലാവരും കൊടുക്കുന്ന പോലെ തന്നെ സുനിൽ നരേനാണ് കൊടുക്കുന്നത്. വൈസ് ക്യാപ്റ്റൻസി നിങ്ങൾക്ക് ആരെ വേണേലും കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം നമ്മുടെ ഹർഷിത് റാണയെ കൊടുക്കുന്നത് ഒരു നല്ലൊരു ഓപ്ഷനാണ്. കാരണം റീസെൻ്റായിട്ട് കളിച്ച മത്സരങ്ങളൊക്കെ നല്ല പെർഫോമൻസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു ഇന്നിങ്സ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ടീമൊന്ന് നോക്കാം. നമ്മുടെ സാം കറൻ, ഗുർബാസ്, വെങ്കിടേഷ് അയ്യർ, ജയ്സ്വാൾ, സുനിൽ നരേൻ, ആൻഡ്രയ റസൽ, റിയാൻ പരാഗ്, യുവരേന്ദ്ര ചഹൽ, ട്രെന്റ് ബോൾട്ട്, അതുപോലെ തന്നെ വരുൺ ചക്രവർത്തി, ഹർഷിത് റാണ, ഇത്രയും പേരാണ് നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യും. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ കയറി ജോയിൻ ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യുകയെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.